Hi dear students, welcome to TechPSC. നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് തെർമോഡൈനാമിക് സിസ്റ്റം ആണ്. ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ. അതിനു മുന്നേ ആയിട്ട് നമ്മൾ ആദ്യം പരിചയപ്പെടണം എന്താണ് ഒരു തെർമോഡൈനാമിക് സിസ്റ്റം എന്ന്. നമുക്കറിയാം തെർമോഡൈനാമിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് തെർമോഡൈനാമിക് സിസ്റ്റം. നമുക്ക് നോക്കാം എന്താണ് ഒരു തെർമോഡൈനാമിക് സിസ്റ്റം. Thermodynamic system is defined as a fixed quantity of matter or region in space which is chosen for thermodynamic study. Thermodynamic study ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ഫിക്സ്ഡ് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ അല്ലെങ്കിൽ റീജിയൺ ഇൻ സ്പേസിനെയാണ് നമ്മൾ ഒരു തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടേംസ് ആണുള്ളത്. ഒന്നാമത്തേത് എന്താണ്? ഫിക്സ്ഡ് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ആണ്. അതായത് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു കൊക്കോകോളൻ്റെ അല്ലെങ്കിൽ ഒരു പെപ്സിൻ്റെ ക്യാൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ക്യാനിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റെഫ്രിജറേറ്റിംഗ് സ്പേസിൽ നമ്മൾ വെക്കുകയാണ്. അതായത് ആ ഒരു ക്യാനിനെ കൂൾ ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ തെർമോഡൈനാമിക് അനാലിസിസിന് വേണ്ടിയിട്ട് എടുക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറയുന്നത് ആ ഒരു കൊക്കോകോള അല്ലെങ്കിൽ ഒരു പെപ്സിൻ്റെ ക്യാനാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം ആ ഒരു ക്യാനിലുള്ള മാസ് എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. കൊക്കോകോളൻ്റെ എമൗണ്ട് എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. ഇനി റീജിയൺ ഇൻ സ്പേസ്, തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറയുന്നത് വേണമെങ്കിൽ എന്താണ്? റീജിയൺ ഇൻ സ്പേസും ആവാം. റീജിയൺ ഇൻ സ്പേസ് എന്ന് പറയുന്നത് നമ്മളൊരു ഏരിയനെ റെഫ്രിജറേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ സിസ്റ്റം മാറി എന്തായി? നമുക്കൊരു റീജിയൺ ആയി. ഓക്കെ, അപ്പം നമ്മൾ എടുക്കുന്ന റീജിയൺ ഇൻ സ്പേസിനെ അല്ലെങ്കിൽ ഫിക്സ്ഡ് ക്വാണ്ടിറ്റി ഓഫ് മാറ്ററിനെയാണ് നമ്മളൊരു തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ തെർമോഡൈനാമിക് സിസ്റ്റം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ആ ഒരു സിസ്റ്റത്തിന്റെ സറൗണ്ടിങ് അല്ലെങ്കിൽ ചുറ്റുപാട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഒരു സറൗണ്ടിങ്, ഒരു സിസ്റ്റത്തിന്റെ സറൗണ്ടിങ് എന്ന് പറയുന്നത്. ഒരു സിസ്റ്റത്തിന്റെ സറൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾ മാറ്റർ ആൻഡ് സ്പേസ് എക്സ്റ്റേണൽ ടു ദ സിസ്റ്റം ഈസ് കോൾഡ് സറൗണ്ടിങ്. സിസ്റ്റത്തിന് പുറമേ ആയിട്ടുള്ള റീജിയൺ ഇൻ സ്പേസ് അല്ലെങ്കിൽ മാറ്ററിനെയാണ് നമ്മൾ ആ സിസ്റ്റത്തിന്റെ സറൗണ്ടിങ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിനെ നമ്മൾ സറൗണ്ടിങ്ങുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ആളാണ് സിസ്റ്റത്തിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. ഒരു സിസ്റ്റം നമ്മൾ പറയുകയാണെങ്കിൽ ആ സിസ്റ്റത്തിന്റെ സറൗണ്ടിങ് നമ്മൾ പറയാം, സിസ്റ്റത്തിന്റെ ബൗണ്ടറി നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം റിയൽ അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ടുള്ള ക്ലോസ്ഡ് സർഫസ് ദാറ്റ് സെപ്പറേറ്റ് ദ സിസ്റ്റം ഫ്രം ദ സറൗണ്ടിങ്, ഇറ്റ് ഈസ് കോൾഡ് ദ ബൗണ്ടറി ഓഫ് ദ സിസ്റ്റം. ഓക്കെ, സിസ്റ്റത്തിന്റെ സറൗണ്ടിങ്ങുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന റിയൽ അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ടുള്ള ക്ലോസ്ഡ് സർഫസിനെയാണ് നമ്മൾ അതിന്റെ ബൗണ്ടറി എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ബൗണ്ടറി എന്നെങ്കിൽ എന്താവാം? റിയൽ ബൗണ്ടറി ആവാം, എക്സിസ്റ്റിംഗ് ബൗണ്ടറി ആവാം, അല്ലെങ്കിൽ എന്താണ്? ഇമാജിനറി ആയിട്ടുള്ള ബൗണ്ടറി ആവാം. അവിടെ റിയൽ ആയിട്ട് ബൗണ്ടറി എക്സിസ്റ്റ് ചെയ്യണം എന്നില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബൗണ്ടറി പ്രസന്റ് ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇമാജിൻ ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് പറയാൻ എന്താണ്? റിയൽ അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ടുള്ള ക്ലോസ്ഡ് സർഫസ് ദാറ്റ് സെപ്പറേറ്റ് ദ സിസ്റ്റം ഫ്രം ദ സറൗണ്ടിങ്. ഓക്കെ, അപ്പം നമ്മളൊരു തെർമോഡൈനാമിക് സിസ്റ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ മൂന്ന് കാര്യങ്ങൾ തീർച്ചയായും എന്ത് ചെയ്യണം? സ്പെസിഫൈ ചെയ്യണം. സിസ്റ്റം എന്താന്ന് പറയണം, അതിൻ്റെ സറൗണ്ടിങ് എന്താന്ന് പറയണം, കൂടാതെ തന്നെ ബൗണ്ടറി എന്താന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് ഒന്ന് വരാം. നമുക്ക് ക്ലാസിഫൈ ചെയ്യാം സിസ്റ്റത്തിനെ, നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സിസ്റ്റം അതിൻ്റെ സറൗണ്ടിങ്ങുമായിട്ട് രണ്ട് രീതിയിലാണ് ഇൻ്ററാക്ട് ചെയ്യുക. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് മാസ് ഇൻ്ററാക്ഷൻ ആണ്. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് എനർജി ഇൻ്ററാക്ഷൻ ആണ്. എനർജി ട്രാൻസ്ഫർ ചെയ്യും, മാസ് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണെന്നുള്ളത്. ഓക്കെ, നമ്മൾ മെയിനായിട്ടും 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ് ചെയ്യുക. ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് സിസ്റ്റം ആണ്. എന്താണ്? ക്ലോസ്ഡ് സിസ്റ്റം ആണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ക്ലോസ്ഡ് സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഒരു ക്ലോസ്ഡ് സിസ്റ്റം?
ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സിസ്റ്റം ഇൻ വിച്ച് ദർ ഇസ് നോ മാസ് ഇന്ററാക്ഷൻ ബട്ട് ദർ ക്യാൻ ബി എനർജി ഇന്ററാക്ഷൻ. എന്താണ്? മാസ് ഇന്ററാക്ഷൻ ആബ്സെന്റ് ആയിരിക്കും, പക്ഷെ അവിടെ എന്തുണ്ടാവാം? എനർജി ഇന്ററാക്ഷൻ ഉണ്ടാവും. അതായത് സിസ്റ്റം അതിന്റെ സറൗണ്ടിങ്ങുമായിട്ട് മാസ് ഇന്ററാക്ഷൻ നടത്തുന്നില്ല, പക്ഷെ എന്താണ്? അവിടെ എനർജി ഇന്ററാക്ഷനുള്ള ഒരു പോസിബിലിറ്റി സിസ്റ്റവും സറൗണ്ടിങ് തമ്മിലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ പറയാം മാസ് ഇന്ററാക്ഷൻ എന്തായിരിക്കും? ആബ്സെന്റ് ആയിരിക്കും. മാസ് ഇന്ററാക്ഷൻ എന്തായിരിക്കും? ആബ്സെന്റ് ആയിരിക്കും, പക്ഷെ അവിടെ എന്താണ്? എനർജി ഇന്ററാക്ഷൻ ഉണ്ടാവും. ഓക്കെ, എനർജി ഇന്ററാക്ഷൻ ഉണ്ടാവും. മാസ് ഇന്ററാക്ഷൻ ആബ്സെന്റും എനർജി ഇന്ററാക്ഷൻ പ്രസന്റും ആയുള്ള ടൈപ്പ് ഓഫ് സിസ്റ്റത്തിനെയാണ് നമ്മൾ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഫിക്സ്ഡ് ആയുള്ള വെസലിൽ ഒരു ഗ്യാസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാണ്? നമ്മൾ ഗ്യാസിനെ സിസ്റ്റം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മളെ ക്ലോസ്ഡ് വെസലിന്റെ ഇന്നർ സർഫസ് ആയിരിക്കും നമ്മളെ സിസ്റ്റത്തിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മളെ സിസ്റ്റത്തിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത്, ക്ലോസ് സിസ്റ്റത്തിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബൗണ്ടറിക്ക് ശേഷം അല്ലെങ്കിൽ ബൗണ്ടറിക്ക് പുറമെയുള്ള എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും? ആ ഒരു സിസ്റ്റത്തിന്റെ സറൗണ്ടിങ് ആയിരിക്കും. സിസ്റ്റത്തിന്റെ സറൗണ്ടിങ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഏത് ടൈപ്പ് ഓഫ് ബൗണ്ടറിയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്? റിയൽ ആയിട്ടുള്ള ബൗണ്ടറിയാണ്. കാരണം എന്താണ്? ഇന്നർ സർഫസ്, ഈ ഒരു വെസൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇന്നർ വെസൽ എന്താണ്? ആക്ച്വലി എക്സിസ്റ്റിംഗ് ആണ്, അല്ലെ? ഇന്നർ സർഫസ് എന്താണ്? ആക്ച്വലി എക്സിസ്റ്റിംഗ് സർഫസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളെ ബൗണ്ടറി എന്തായിരിക്കും? റിയൽ ആയിട്ടുള്ള ബൗണ്ടറിയാണ്. ഒരു സിസ്റ്റം നമ്മൾ പറയുന്ന സമയത്ത് 3 കാര്യങ്ങൾ നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓപ്പൺ സിസ്റ്റം ആണ്. എന്താണ് ഒരു ഓപ്പൺ സിസ്റ്റം? ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത് സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ 2 രീതിയിലുള്ള ഇന്ററാക്ഷനും സംഭവിക്കുന്നുണ്ട്. മാസിന്റെ ഇന്ററാക്ഷനും സംഭവിക്കുന്നുണ്ട്, എനർജീൻ്റെ ഇന്ററാക്ഷനും സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഒരു ഓപ്പൺ സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം മാസ് ഇന്ററാക്ഷൻ എന്തായിരിക്കും? പ്രസന്റ് ആയിരിക്കും. മാസ് ഇന്ററാക്ഷൻ എന്തായിരിക്കും? പ്രസന്റ് ആയിരിക്കും. അതേപോലെ തന്നെ എനർജി ഇന്ററാക്ഷനും എന്തായിരിക്കും? പ്രസന്റ് ആയിരിക്കും. ഓക്കെ, മാസ് ഇന്ററാക്ഷനും എനർജി ഇന്ററാക്ഷനും എന്തായിരിക്കും? പ്രസന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഓപ്പൺ സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു വാട്ടർ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു വെസലിൽ നമ്മൾ എന്ത് ചെയ്യാണ്? വാട്ടർ കൺസിഡർ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ടറിന്റെ സർഫസ് ആണ് എന്ത് എന്ന് പറയുന്നത്? നമ്മളെ സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വാട്ടർ എക്സിസ്റ്റ് ചെയ്യുന്ന സ്പേസ് ആണ് നമ്മളെ സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റത്തിന്റെ പുറത്ത് കാണുന്ന എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും? സിസ്റ്റത്തിന്റെ സറൗണ്ടിങ് ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു വാട്ടറിന് എന്ത് ചെയ്യണം? നമ്മൾ ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? സിസ്റ്റവുമായിട്ട് എനർജി ഇന്ററാക്ഷൻ സംഭവിക്കുകയാണ്. ഓക്കെ, അപ്പം ഹീറ്റ് ചെയ്യുന്ന സമയത്ത് വാട്ടറിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? റൈസ് ചെയ്യും. വാട്ടറിന്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്ത് അവസാനം എന്ത് ചെയ്യും? ബോയിലിംഗ് ടെമ്പറേച്ചറിലെത്തും. ബോയിലിംഗ് ടെമ്പറേച്ചറിലെത്തി കഴിഞ്ഞാൽ വാട്ടർ എന്ത് ചെയ്യും? വാട്ടർ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ബോയിൽ ചെയ്യുന്ന സമയത്ത് വാട്ടർ എന്താവും? സ്റ്റീമായിട്ട് കൺവേർട്ട് ആവും. നമ്മൾ ഈ ഒരു വെസലിന്റെ മുകൾ ഭാഗം ഓപ്പൺ ആക്കി വെക്കുകയാണെങ്കിൽ എന്തായിരിക്കും? വാട്ടർ സ്റ്റീമായിട്ട് എന്ത് ചെയ്യും? എസ്കേപ്പ് ചെയ്യും. അതായത് സിസ്റ്റത്തിന്റെ ബൗണ്ടറിന്ന് മാസ് എന്ത് ചെയ്യാണ്? എസ്കേപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പം സിസ്റ്റം എന്ത് ചെയ്യാണ്? മാസിന്റെ ഫോമിലും എന്ത് ചെയ്യാണ്? സറൗണ്ടിങ്ങുമായിട്ട് ഇന്ററാക്ട് ചെയ്യാണ്. ഈ എസ്കേപ്പ് ചെയ്യുന്ന മാസ് എങ്ങോട്ടേക്കായിരിക്കും പോവുക? അതിന്റെ സറൗണ്ടിങ്ങിലേക്കായിരിക്കും, വാട്ടറിന്റെ സറൗണ്ടിങ്ങിലേക്കായിരിക്കും പോവുക. ഓക്കെ, അപ്പൊ നമുക്കറിയാം എനർജി ഇന്ററാക്ഷനും പ്രസന്റ് ആണ്, അതേപോലെ തന്നെ മാസ് ഇന്ററാക്ഷനും പ്രസന്റ് ആണ്. ഇനി മൂന്നാമതായിട്ട് വരുന്ന ടൈപ്പ് ഓഫ് സിസ്റ്റം ആണ് ഐസൊലേറ്റഡ് സിസ്റ്റം. ആക്ച്വലി ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത് ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ മറ്റൊരു വേർഷൻ ആണ്. നമ്മൾ കണ്ടു ക്ലോസ് സിസ്റ്റത്തിൽ എമൗണ്ട് എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. മാസ് എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫറൻസ് എന്താണ് വരുന്നത്? എനർജിയിൽ ഉണ്ടാവുന്ന ഇന്ററാക്ഷൻ ആണ്. ക്ലോസ് സിസ്റ്റത്തിൽ എനർജി ഇന്ററാക്ഷൻ പ്രസന്റ് ആയിരിക്കും, പക്ഷെ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അവിടെ എനർജി ഇന്ററാക്ഷൻ സംഭവിക്കുന്നില്ല, മാസ് ഇന്ററാക്ഷനും സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്കറിയാം മാസ് ഇന്ററാക്ഷൻ എന്തായിരിക്കും? ആബ്സെന്റ് ആയിരിക്കും. അതേപോലെ തന്നെ എനർജി ഇന്ററാക്ഷനും എന്തായിരിക്കും? ആബ്സെന്റ് ആയിരിക്കും. എനർജി ഇന്ററാക്ഷൻ എന്തായിരിക്കും? ആബ്സെന്റ് ആയിരിക്കും. എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വാക്വം ഫ്ലാസ്ക്. ഓക്കെ,
ഒരു വാക്വം ഫ്ലാസ്ക് എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിനുള്ള പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. നമ്മളൊരു വാക്വം ഫ്ലാസ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളം നമ്മൾ ഒഴിക്കുകയാണ്. ഓക്കെ, ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ ക്യാപ്പ് പെർഫെക്റ്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? അവിടെ എനർജി ഇൻ്ററാക്ഷൻ സംഭവിക്കുന്നില്ല, മാസ് ഇൻ്ററാക്ഷനും സംഭവിക്കുന്നില്ല. അതായത് കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹോട്ട് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ അതേപോലെ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്താ പറയുക? ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയാം. മാസ് ഇൻ്ററാക്ഷനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ആ ഒരു വാക്വം ഫ്ലാസ്കിൻ്റെ ക്യാപ്പ് ആയിരിക്കും. ഇനി എനർജി ഇൻ്ററാക്ഷൻ എന്തിൻ്റെ ഫോമിലായിരിക്കും സംഭവിക്കുക? ഹീറ്റിൻ്റെ ഫോമിലായിരിക്കും സംഭവിക്കുക. പക്ഷെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് വാക്വം നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കുന്നില്ല? എനർജീൻ്റെ ഇൻ്ററാക്ഷനും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഒരു വാക്വം ഫ്ലാസ്ക് എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. ഇങ്ങനെ 3 രീതിയിലാണ് നമ്മളൊരു തെർമോഡൈനാമിക് സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു.